നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് CBSE 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക്കായ ദ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് അതുമായി ബന്ധപ്പെട്ട എക്സാംസ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വൈ 3 × 5 × 7 + 7 ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് അവിടെ വരുന്നത്? 3 × 5 × 7 + 7 എന്ന് പറയുമ്പോൾ അതിൽ കോമൺ ആയിട്ട് ആരുണ്ട്? 7 ഉണ്ട്. അപ്പോൾ 7 നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ 3 × 5 + 1 വരും. ഇസ് ഈക്വൽ ടു 3 × 5 എന്ന് പറയുന്നത് 15. 15 + 1 16. അതായത് 7 × 16. 7 × 16 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതെന്താണ്? 7ഉം 16ഉം ഇതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ടാണ് വരുന്നത് അല്ലേ. പക്ഷേ പ്രൈം നമ്പർ ആണെങ്കിൽ ആ നമ്പറും പിന്നെ 1 മാത്രമേ അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരാൻ പാടുള്ളൂ. ഇവിടെ 7ഉം 16ഉം ഇതിൻ്റെ ഫാക്ടേഴ്സ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്യാൻ 2 numbers have 18 as their HCF and 380 as their LCM? ഗീവ് റീസൺസ്. രണ്ട് നമ്പറുകൾ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ 18ഉം LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 380യുമായിട്ട് വരാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ HCF 18ഉം LCM 380യുമാണെങ്കിൽ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ഈ LCM ഡിവിസിബിൾ ബൈ HCF ആയിരിക്കണം. അപ്പോൾ ഇവിടെ LCM എത്രയാണ്? 380. 380 ഷുഡ് ബി ഡിവിസിബിൾ ബൈ 18 ആയിരിക്കണം. പക്ഷെ നമ്മളിവിടെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നമുക്കവിടെ റിമൈൻഡർ വരുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും രണ്ട് നമ്പറുകളുടെ HCF 18 ആയാൽ LCM 380 അങ്ങനെ രണ്ടും ഒരേപോലെ വരാൻ പറ്റില്ല. HCF 18 ആണെങ്കിൽ LCM വേറെ നമ്പർ ആയിരിക്കും. HCF 18ഉം LCM 380 ഒരുമിച്ച് വരികില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യേണ്ടത് LCM ഷുഡ് ബി ഡിവിസിബിൾ ബൈ എന്തായിരിക്കണം? HCF ആയിരിക്കണം. അങ്ങനെ ഫുള്ളി ഡിവൈഡഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അത് അങ്ങനെ ഒരു പോസിബിലിറ്റി പറയാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ട് നമ്പറുകളുണ്ട്, 525ഉം അതുപോലെ 3000ഉം. ആർ ബോത്ത് ഡിവിസിബിൾ ഓൺലി ബൈ 3, 5, 15, 25 ആൻഡ് 75. ഈ നമ്പറുകളിൽ മാത്രമേ ഇത് ഡിവൈഡ് ആവുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ HCF എന്തായിരിക്കും? അതിൻ്റെ റീസണും കൂടി നിങ്ങൾ പറയണം. അപ്പം ഇതിൻ്റെ HCF എന്ന് പറയുന്നത് എന്തായിരിക്കും? 75 ആയിരിക്കും. കണ്ടോ, ഈ 75 ആയിരിക്കും. കാരണം ഈ രണ്ട് നമ്പറുകളും 525ഉം 3000ഉം എന്താണ്? ബോത്ത് നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 75. അതായത് 75 എന്ന് പറയുന്നത് അതിൻ്റെ ഹയസ്റ്റ് ഫാക്ടറാണ് അല്ലേ. ദാറ്റ് ഡിവൈഡ്സ് ബോത്ത് 525 ആൻഡ് 3000. രണ്ടിലും നമുക്ക് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റും 75 വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടും ഇത് ഹയസ്റ്റ് ഫാക്ടർ ആയതുകൊണ്ടും 75 എന്താണ്? ഇതിൻ്റെ HCF ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ എഴുതുന്നത് എന്താണ്? Since 75 is the highest factor that divides both 525 and 3000. Hence, HCF of these two numbers are 75. മനസ്സിലായല്ലോ? നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എക്സും വൈയും രണ്ട് ഓഡ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. രണ്ടും ഓഡ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ x² + y² എന്ന് പറയുന്നത് ഈവൺ ആണ്, അതേസമയം നോട്ട് ഡിവിസിബിൾ ബൈ 4. രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം. x² + y² ഈവൺ ആണെന്ന് പ്രൂവ് ചെയ്യണം, അതേസമയം അത് നോട്ട് ഡിവിസിബിൾ ബൈ 4 എന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ എക്സ് വൈയും ഓഡ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അതിന് എന്തെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുക്കാം. എക്സ് എന്ന് പറയുന്നത് 2m + 1 എന്ന് കൊടുക്കാം. കാരണം ഈവൻ ആണെങ്കിൽ നമുക്ക് 2ൻ്റെ മൾട്ടിപ്പിളായിട്ട് എഴുതാം അല്ലേ. 2m എന്ന് അങ്ങനെ പേര് കൊടുക്കാം. പക്ഷേ ഓടാവുമ്പോൾ +1 കൂടി കൊടുക്കാം. ഇങ്ങനൊരു ഫോർമാറ്റിൽ നമ്മൾ ഓഡ് നമ്പേഴ്സ് എഴുതുക അല്ലേ. ഇനി അടുത്ത നമ്പർ ഏതാണ്? y. yനെ നമുക്ക് എങ്ങനെ എഴുതാം? 2n + 1. അതും ഒരു ഓഡ് നമ്പറാണ്. ഇനി അവിടെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? x² + y² ആണ്. അത് ഈവൺ ആണെന്ന് പ്രൂവ് ചെയ്യണം. ആൻഡ് നോട്ട് ഡിവിസിബിൾ ബൈ 4 എന്നും. x² + y². എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. 2a + 1 all square + 2n + 1 the whole square. അപ്പോൾ എക്സിനും വൈനും നമ്മൾ ആ വാല്യൂസ് ഇട്ട് കൊടുത്തു. ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം നമ്മുടെ a + b the whole square എന്നുള്ള റൂൾ വെച്ചിട്ട്. 2mൻ്റെ സ്ക്വയർ 4m² + 2 × 2m × 1. അപ്പോൾ 4m
പ്ലസ് 1 പ്ലസ് അതുപോലെ ഇത് എക്സ്പാൻഡ് ചെയ്യുക 4n² പ്ലസ് 4n പ്ലസ് 1. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? 4m² പ്ലസ് 4n² പ്ലസ് 4m പ്ലസ് 4n പ്ലസ് ബാക്കി ഈ 1 പ്ലസ് 1 2 ബാക്കിയെല്ലാം നമ്മൾ ഒരുമിച്ച് എഴുതി. ഇതിന് എല്ലാത്തിനും കോമൺ ആയിട്ട് ഈ ഒരു നമ്പർ ഒഴിച്ച് ബാക്കി എല്ലാ നമ്പറിലും നമുക്ക് ആരുണ്ട്? 4 കോമൺ ആയിട്ടുണ്ട്. അത് നമ്മൾ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ m² പ്ലസ് n² പ്ലസ് m പ്ലസ് n പ്ലസ് 2 2ഇല്ല, അത് കാരണം 2 നമ്മൾ മാറ്റി എഴുതി. ഇപ്പോൾ ഇവിടെ നോക്കിയേ 4 മൾട്ടിപ്ലൈഡ് വിത്ത് സംതിങ് അല്ലേ, അതായത് ഒരു 4k എന്ന് എന്തെങ്കിലും കൊടുക്കാം. പിന്നെ ബാക്കി ഇവിടെ പ്ലസ് 2 ഉണ്ട് അല്ലേ. അപ്പോൾ 4k എന്ന് പറയുമ്പോൾ 4ൻ്റെ എന്തെങ്കിലും മൾട്ടിപ്ലൈ 4 8 16 അങ്ങനെ 4ൻ്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്ലൈ ആയിട്ട് വരും. പ്ലസ് 2 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇതൊരു ഈവൺ നമ്പർ ആയിരിക്കും. therefore it is a ഈവൺ നമ്പർ. അപ്പോൾ ഈവൺ നമ്പർ ആണെന്ന് കിട്ടി. പക്ഷേ 4k പ്ലസ് 2 ആണ്. 4k ആണെങ്കിൽ അത് 4ൻ്റെ എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും. പിന്നെ പ്ലസ് 4 വന്നാലാണ് പിന്നെ നമുക്കത് ഡിവിസിബിൾ ബൈ 4 എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ 4k പ്ലസ് 2. ഇപ്പോൾ 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ നമുക്ക് എടുക്കാം. 4 8s are 32. 32 പ്ലസ് 4 എത്രയാ? 34 ആണ്. 34 ഈസ് ഡിവിസിബിൾ ബൈ 4 ആണോ? അല്ല. അപ്പോൾ ഇതൊരു ഈവൺ നമ്പറാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം 4k അതൊരു ഈവൺ നമ്പറാണ്. പ്ലസ് 2 ആഡ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു ഈവൺ നമ്പർ കിട്ടും. അതൊരു ഈവൺ നമ്പറാണെന്ന് പറയാൻ പറ്റും. ബട്ട് നോട്ട് ഡിവിസിബിൾ ബൈ 4. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ഈ ഒരു ടോപ്പിക്കിലത്തെ ഡിസ്കസ് ചെയ്യാം. അതൊരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു മോർണിംഗ് വാക്ക് 3 persons സ്റ്റെപ്പ് ഓഫ് ടുഗദർ. 3 പേര് ഒരുമിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അവരുടെ സ്റ്റെപ്സിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ആളുടെ 40 cm ആണ് സ്റ്റെപ്പ് എൻ്റെ ആ മെഷർമെൻറ്റ്. രണ്ടാമത്തെ ആളുടെ സ്റ്റെപ്പ് എത്രയാണ്? 42 cm ഉണ്ട്. മൂന്നാമത്തെ ആളുടെ 45 cm. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ് ഈച്ച് ഷുഡ് വോക്ക് സോ ദാറ്റ് ഈച്ച് ക്യാൻ കവർ ദ സെയിം ഡിസ്റ്റൻസ് ഇൻ കംപ്ലീറ്റ് സ്റ്റെപ്സ്. അപ്പോൾ നമുക്കവിടെ മിനിമം ഡിസ്റ്റൻസും കാണണം, അതേസമയം നോക്കുക മിനിമം ഡിസ്റ്റൻസ് കാണണം, അതേപോലെ തന്നെ അത് സെയിം ഡിസ്റ്റൻസും ആയിരിക്കണം കേട്ടോ. മിനിമം ആയിരിക്കണം, അതേപോലെ തന്നെ സെയിം ഡിസ്റ്റൻസും ആയിരിക്കണം. അങ്ങനെയുള്ള ഡിസ്റ്റൻസാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് എന്തായിരിക്കും? ഈ 3 നമ്പറുകളുടെ LCM ആയിരിക്കും കേട്ടോ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഈ 3 നമ്പറുകളുടെ LCM കാണാം. ഏതാണ് നമ്പറുകൾ? 40, 42 ആൻഡ് 45. അപ്പോൾ അതങ്ങനെ എഴുതിയിട്ട് വേണം നമ്മളിത് തുടങ്ങാൻ വേണ്ടിയിട്ടോ. അല്ല നേരിട്ട് LCM എന്ന് പറയരുത്. ഈ സംഭവങ്ങളാണ് കാണേണ്ടത്. ഇതെന്ന് പറയുന്നത് അതിൻ്റെ LCM ആണെന്ന് പറയണം. 40 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 20. അപ്പോൾ 2 × 20 എങ്ങനെ എഴുതാം? 2 × 10. 10നെ എങ്ങനെ എഴുതാം? 2 × 5. 2 × 2 × 2 × 5. അതായത് 2³ × 5. 42 എന്ന് പറയുമ്പം 2 × 21. 21നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 7 അല്ലേ. ഇനി 45 എന്ന് പറയുന്നത് 5 × 9 ആണ്. 9 എന്ന് പറയുന്നത് 3 × 3. അപ്പോൾ 3 × 3 9. 9 × 5 ആണ് 45. ഇനി നമുക്കിതിൻ്റെ LCM എഴുതുമ്പോൾ നമുക്ക് ഹയസ്റ്റ് പവർ വെച്ചിട്ട് എഴുതണം അല്ലേ. അപ്പോൾ 2³ വരുന്നുണ്ട്, പിന്നെ ഇവിടെ 3² വരുന്നുണ്ട്, പിന്നെ 5 വരുന്നുണ്ട്, 7 വരുന്നുണ്ട്. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2520 എന്ന് കിട്ടും. ഇവിടെ നമുക്കത് സെൻറ്റിമീറ്ററിലായതുകൊണ്ട് നമുക്കതിനെ സെൻറ്റിമീറ്ററിന് കൊടുക്കാം. അപ്പോൾ ദ മിനിമം 2520 cm ഡിസ്റ്റൻസ് ഈ ഷുഡ് വോക്ക്. ഓരോരുത്തരും വോക്ക് ചെയ്യണം അല്ലേ, നടക്കണം. സോ ദാറ്റ് ഓൾ ക്യാൻ കവർ ദ സെയിം ഡിസ്റ്റൻസ് ഇൻ കംപ്ലീറ്റ് സ്റ്റെപ്സ്. അപ്പോൾ ഇതാണ് അവിടെ LCM ആണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നമുക്കവിടെ LCM ആണോ HCF ആണോ കണ്ടുപിടിക്കേണ്ടതെന്ന്. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്നുള്ള ബന്ധപ്പെട്ട പോർഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്